നമസ്കാരം. LDF കൺവീനറായ TP രാമകൃഷ്ണൻ വലിയ രണ്ട് കണ്ടുപിടുത്തങ്ങളുമായി ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആദ്യത്തെ കണ്ടുപിടുത്തം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ 3 മാസ കാലയളവിൽ ഗവൺമെന്റ് തുടരുന്ന നടപടികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയാകെ പിറകോട്ടടിപ്പിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3 മാസത്തെ UDF ഭരണം ജനങ്ങളുടെ ജീവിതത്തെ ആകെ പുറകോട്ടടിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ജനങ്ങളുടെ ജീവിതത്തെ ഭയങ്കരമായിട്ടങ്ങ് ഉദ്ധരിച്ചത് കൊണ്ടാണല്ലോ 35 സീറ്റുമായി ഇന്ന് നാണം കെട്ട് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട സാഹചര്യമുണ്ടായത്. അതായത് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ പോലും രോഗികൾ വാങ്ങി നൽകേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ നാടിൻ്റെ സാമ്പത്തിക അവസ്ഥയെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. അത്രയ്ക്ക് മഹാന്മാരാണ് നിങ്ങൾ, അല്ലേ? 1.5 ലക്ഷം കോടിയായിരുന്നു നിങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ, 2016 അധികാരത്തിലെത്തുമ്പോൾ ഈ നാടിൻ്റെ പൊതുകടം. ഏതവസ്ഥയിൽ ആ പൊതുകടത്തെ നിങ്ങൾ കൊണ്ടെത്തിച്ചു? 5 ലക്ഷം കോടിയിൽ കൊണ്ടെത്തിച്ചു. ഭയങ്കര ഭരണമായിരുന്നു നിങ്ങളുടെ. ജനങ്ങളുടെ ജീവിതത്തെ സ്വർഗതുല്യമാക്കി. അതിനുള്ള നന്ദി ജനങ്ങൾ അറിയിക്കുകയും ചെയ്തു. നാണം കെട്ട തോൽവി. താങ്കളെ ഉൾപ്പെടെ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മഹാനായ താങ്കളെ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയായ പേരാമ്പ്രയിൽ പോലും നാണം കെട്ട് തോൽക്കേണ്ട അവസ്ഥ ഉണ്ടായി. ജനങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിങ്ങളോട്. പ്രത്യേകിച്ച് സഖാക്കൾക്ക് സ്നേഹം വാരിക്കോരി ചൊരിയുമായിരുന്നു. എൻ്റെ പൊന്ന് സഖാവേ, ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളോട്. വീണ്ടും വീണ്ടും പറയാം. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നറിയാം, എന്നാലും പറയുക, കുറച്ചൊക്കെ ഉളുപ്പ് ആവാം. ഇനി രണ്ടാമത്തെ കണ്ടുപിടുത്തം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. കേരളത്തിൽ ഒരു 30 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. അടുത്ത കണ്ടുപിടുത്തം. സഖാവേ, നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്താം. താങ്കളുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. 2021 തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് 86,000 വോട്ടാണ് ലഭിച്ചത്. ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. 86,000 ചില്ലുവാനും വോട്ടാണ് ലഭിച്ചത്. എന്നിട്ട് 2026 ആയപ്പോൾ അത് 10,000 വോട്ടായി കുറഞ്ഞു, 76,000 വോട്ടായി. 2021 BJPക്ക് ലഭിച്ചത് 11,000 സംതിങ് വോട്ടായിരുന്നു. 2026 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 11,000 എന്നുള്ളത് 13,000 വോട്ടായി. അതായത് 2,000 വോട്ട് വർദ്ധിച്ചു. അപ്പോൾ താങ്കൾക്ക് 10,000 വോട്ട് കുറഞ്ഞു, BJPക്ക് 2,000 വോട്ട് കൂടി. അപ്പോൾ എന്താ, താങ്കൾക്ക് വോട്ട് ചെയ്ത ആളുകൾ ഈ പറയുന്ന 2,000 പേര് BJPക്ക് വോട്ട് ചെയ്തോ? അപ്പോൾ അവിടെ നിങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നോ? ലേശം ഉളുപ്പ് വേണം എൻ്റെ പൊന്ന് സഖാവേ. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനമുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. ലേശം, ഒരല്പം. ഈ 86,000-ൽ നിന്ന് 76,000 ആയത് എങ്ങനെയാണ്, 10,000 വോട്ട് എങ്ങനെയാണ് പോയത് എന്നതിന് ആദ്യം താങ്കൾ ഉത്തരം പറയണം. എന്നിട്ട് വേണം ഈ സ്റ്റഡി ക്ലാസ് എടുക്കാൻ. നിങ്ങളുടെ സഖാക്കൾ തന്നെ നിങ്ങൾക്കെതിരെ, താങ്കൾക്കെതിരെ വോട്ട് ചെയ്തു. പിണറായി വിജയനെതിരെ കമാന്നൊരക്ഷരം ഉരിയാടാതിരുന്ന താങ്കളെ ഉൾപ്പെടെ സഖാക്കൾ തോൽപ്പിച്ചു. ഇനി വന്ന് മെഴുകരുത്. ജനങ്ങൾ ചിലപ്പോൾ കാർക്കിച്ച് തുപ്പിയെന്നിരിക്കും.